السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കൊത്ത്, നിർദ്ദേശങ്ങൾക്കൊത്ത്, ഉപദേശങ്ങൾക്കൊത്ത് ജീവിതത്തെ സംശുദ്ധീകരിക്കാൻ ഞാനും നിങ്ങളും വളരെ ശ്രദ്ധയോടെ ഒരുങ്ങണമെന്ന് എന്നോടും നിങ്ങളോടും ഗൗരവസ്വരത്തിൽ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകത്ത് യൗവന കാലഘട്ടം യുവതീ യുവാക്കൾക്ക് ഒരു ഉപദേശവും കേൾക്കുന്നത് ഇഷ്ടമല്ല. എന്നാൽ പ്രശ്നങ്ങളുടെ നടുവിലേക്ക്, ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിലേക്കും ജീവിതത്തിൻ്റെ ഒരുപാട് കെടുകാര്യസ്ഥതകളിലേക്കുമൊക്കെ മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവൻ ഇഷ്ടപ്പെടുന്ന കാര്യം, അവൾ ഇഷ്ടപ്പെടുന്ന കാര്യം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ്. ഉപദേശങ്ങളെയും നിർദ്ദേശങ്ങളെയും ഒരു വിലയും കൽപ്പിക്കാത്ത കാലമാണ് യൗവനം. എന്നാൽ എല്ലാ യൗവനവും അങ്ങനെയാണെന്ന് അഭിപ്രായപ്പെടുന്നില്ല. നല്ലവരായ യുവതീ യുവാക്കളുണ്ട്. എന്നാൽ 90% ആളുകൾക്കും ഉപദേശങ്ങൾ ഇഷ്ടമല്ല. ആ ഉപദേശങ്ങൾ, വിശുദ്ധ ഖുർആനാവട്ടെ നമ്മൾ പരിശോധിച്ചാൽ താക്കീതുകളുടെയും ഉപദേശങ്ങളുടെയും സമാഹാരമാണ്. മനുഷ്യന്മാർക്ക് ഒരുപാട് താക്കീതുകൾ അല്ലാഹു നൽകുന്നുണ്ട്. ആ താക്കീതുകൾക്ക് പുല്ല് വില കൽപ്പിച്ച ആളുകളുടെ, അള്ളാഹുവിൻ്റെ താക്കീതുകൾ വിലവെക്കാതെ ജീവിക്കുന്ന ആളുകൾ, അവരുടെ അന്ത്യം നാം പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുഖവുരയിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് മുൽക്കിലെ വചനത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. അള്ളാഹു പറയുന്നു: വലില്ലദീന കഫറൂ ബി റബ്ബിഹിം, റബ്ബിൻ്റെ നിയമങ്ങൾക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട്, അവിശ്വാസിയായിക്കൊണ്ട്, താന്തോന്നിയായിക്കൊണ്ട് ജീവിച്ചവർ അദാബു ജഹന്നം, അവരുടെ മയ്യത്ത് പരലോകത്തെത്തിയാൽ നരകം ഉറപ്പാണ്.
അള്ളാഹുവിൻ്റെ താക്കീതുകൾക്കും ഉപദേശങ്ങൾക്കും വില കൽപ്പിക്കാതെ ജീവിച്ച മനുഷ്യൻ മരിച്ചു വിരിഞ്ഞാൽ നരകം ഉറപ്പായി. വബിഇസൽ മസീർ, ആ നരകത്തിലേക്കുള്ള മടക്കം വളരെ മോശമാണ്. അള്ളാഹിൻ്റെ ഒരു ഉപദേശമാണ്, മറക്കണ്ട. വബിഇസൽ മസീർ, അത് വളരെ മോശമായ മടക്കമാണ്. എന്നിട്ട് അള്ളാഹ് പറയാം, ഇദാ ഉൽഖൂ ഫിഹ, അതിലേക്ക് മനുഷ്യരെ ഇടപെട്ടാൽ, ഈ നരകത്തിലേക്ക് പോകേണ്ട ആളുകളെ ആ നരകത്തിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ വലിച്ചെറിഞ്ഞാൽ, സമിഉ ലഹാ ഷഹീഖൻ, ആ നരകത്തിനൊരു ഷഹീഖ് ഉണ്ടാവും, ഒരു ഗർജനം. വഹിയ തഫൂർ, ആ നരകം തിളച്ചു മറിയും. സാധാരണ നമ്മൾ അരിയൊക്കെ വെള്ളത്തിലേക്ക്, പതച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, അത് തിളച്ചു മറിയും. തക്കാതു തമയ്യസു മിനൽ ഗൈൽ, നരകം കോപത്താൽ എന്തു ചെയ്യും? ഉഗ്ര കോപത്താൽ അത് പൊട്ടിച്ചിതറും. നരകം തമ്മാടിയായി മനുഷ്യനെ കിട്ടുമ്പോഴേ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും വിധിവിലക്കുകൾക്കും ഉപദേശങ്ങൾക്കുമൊന്നും ജീവിതത്തിൽ ഒരു സ്ഥാനവും കൊടുക്കാതെ താന്തോന്നിയായി ജീവിച്ചു. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പുല്ലുവില കൽപ്പിച്ചു. ആ നിയമങ്ങൾ പറയുന്നവരെ പരിഹസിച്ചു. ആ നിയമങ്ങൾ ഉപദേശിക്കുന്നവരെ പുച്ഛിച്ചു തള്ളി. അങ്ങനെയൊക്കെ അവസാനം ഭൂമിയിൽ നിന്ന് വിട പറയും. ഒരു നാൾ എന്തായാലും ഉറപ്പല്ലേ, നമ്മൾ പോകണല്ലോ. പോയി കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു, ആ നരകത്തിലേക്ക് അവൻ ഇടുമ്പോൾ കുല്ലമ്മ ഉൽക്കിയ ഫിഹ ഫൗജുൻ, ഓരോരോ ഫൗജായിട്ട് അങ്ങനെ ആ നരകത്തിലേക്ക് ഇടുക. ഇപ്പോൾ എല്ലാവരും ചെയ്ത തെറ്റൊന്നല്ല, ചിലർ കള്ളുകൂടിയന്മാരായിരിക്കും, അതൊരു ഫൗജാണ്, ഒരു കൂട്ടാണ്. ചിലർ വ്യഭിചാരികളായിരിക്കും, അതൊരു കൂട്ടാണ്. വേറെ ചിലത് പലിശ വാങ്ങിയവരും കൊടുത്തവരുമായിരിക്കും, അത് വേറൊരു കൂട്ടാണ്. വേറൊരു കൂട്ടം ആളുകൾ അക്രമികളാണ്, വേറൊരു കൂട്ടം ആളുകൾ കൊലപാതകികളാണ്, വേറൊരു കൂട്ടം ആളുകൾ സംസ്കാരശൂന്യരാണ്, വേറൊരു കൂട്ടം ആളുകൾ അടിച്ചു പൊളിച്ച് ജീവിച്ചവരാണ്. ഇങ്ങനെ ഓരോ വിഭാഗം ആളുകളെയാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ കൂട്ടം കൂട്ടായി നരകത്തിലേക്ക് ഇടുക. അതാ അള്ളാഹ് പറയുന്നത്, കുല്ലമാ ഉൽക്കിയ ഫിഹ ഫൗജുൻ, അതിടുമ്പോൾ സഅലഹും ഖസനത്തുഹ, നരകത്തിൻ്റെ പാറാവുകാർ അവരോട് ചോദിക്കും. ഈ നരകത്തിലേക്ക് പോകുന്ന ആളോട്, വലിച്ചെറിയപ്പെടുന്നവരോട്. സഅലഹും ഖസനത്തുഹ, അതിൻ്റെ നരകത്തിൻ്റെ പാറാവുകാരായ മലക്കുകൾ ചോദിക്കും. എന്താ ചോദ്യം? അലം യഅ്തിക്കും നദീർ, താക്കീത് നൽകാൻ ആരും വന്നിട്ടില്ലായിരുന്നു? ഇങ്ങനൊരു വിവരം നിങ്ങൾക്ക് അറിയിക്കാൻ, മരണാനന്തരം ഇങ്ങനൊരു ജീവിതമുണ്ട് എന്ന് അറിയിക്കാൻ ഒരു താക്കീതുകാരും വന്നില്ലായിരുന്നു? ഒരു വേദഗ്രന്ഥം നിങ്ങൾക്ക് നൽകിയില്ലേ? പ്രവാചകന്മാർ വന്നില്ലേ? പ്രവാചകന്മാർക്ക് ശേഷം പണ്ഡിതന്മാർ വന്നില്ലേ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ? അതാണ് ചോദിക്കുന്നത്. അലം യഅ്തിക്കും നദീർ, അതിൻ്റെ മറുപടിയോ കാലു, അവർ പറയും ബല, തീർച്ചയായും വന്നു. അപ്പോഴോ ഫക്കദ്ദബ്ന, ഞങ്ങൾ പുച്ഛിച്ച് തള്ളി. ആ ഉപദേശങ്ങളൊന്നും നമ്മൾ കേൾക്കാറില്ല. ഫക്കദ്ദബ്ന, അതൊക്കെ ഭാവിയിൽ നടക്കുന്ന കാര്യം അള്ളാഹു നേരത്തെ മുൻകൂട്ടി നമ്മൾ അറിയിക്കുകയാണ്. ഫക്കദ്ദബ്ന വഖുൽന എന്നൊരു നമ്മൾ പറഞ്ഞു, മാ നസ്സൽ അല്ലാഹു മിൻ ഷൈ, ഇതിനൊന്നും അള്ളാഹുവിൽ ഒരു രേഖയുമില്ല. ഇതൊക്കെ വെറുതെ ഇവർ പറയുന്നതാണ്. മരണാന്തരം ഒരു പരലോകം, ഒരു നരകം, അതനുസരിച്ചുള്ള ജീവിതം, അതിനനുസരിച്ചുള്ള സംശുദ്ധമായ ജീവിതം, അതൊക്കെ മനുഷ്യന്മാരെ ഒരു നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളാണ്. അതല്ലാതെ ഇതൊന്നും അള്ളാഹു പറഞ്ഞതല്ല എന്ന് പോലും അവർ പറഞ്ഞു. നിങ്ങൾ കണ്ടുണ്ടോ? പലപ്പോഴും നമ്മളൊക്കെ സൂഹിക്കുമ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ജീവിതം, കുറേയൊക്കെ ഇങ്ങനെ സൂഹിക്കണം, ഇതൊക്കെ അള്ളാഹ് പറഞ്ഞതാണ്. സൂഹിക്കാനും അള്ളാഹ് പറഞ്ഞു. അങ്ങനെ പറയാം. തമ്മാടിത്തത്തിൽ കൂപ്പുകുത്തുമ്പോൾ ആരെങ്കിലും വിലങ്ങുതടിയായി നിന്നാൽ അവരോട് പറയുക, ഇതൊക്കെ കുറേയൊക്കെ ജീവിതം സൂഹിക്കാനുള്ളതാണ്. അല്ലാണ്ട് വെറും ഇങ്ങനെ എന്താ പറയുക, അള്ളാഹ് പറയുന്നത് പോലെ മാത്രം ജീവിക്കുക, അങ്ങനെ അള്ളാഹ് പറഞ്ഞിട്ടുമില്ല. നമ്മളോട് അള്ളാഹ് എന്താ പറഞ്ഞത്? നിങ്ങൾ സൂഹിച്ചോളിനാ. അതിന് ആയത്ത് ഓതും. എന്താ പറയുക അറിയോ? ഫൈദാ ഖുലിയത്തി സലാത്ത്, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിരുന്നു. എന്നിട്ടോ വബ്തഗൂ മിൻ ഫളില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം, തേടണം. ഇതും അനുഗ്രഹം. ഏത് തമ്മാടുത്തങ്ങളൊക്കെ, ഈ തോന്നിവാസങ്ങളും ഈ അടിച്ചുപൊളി ജീവിതവുമൊക്കെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം കൂടി ആണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഖുർആൻ്റെ ആയത്തുകൾ കൊണ്ട്, താക്കീതുകൾ കൊണ്ട്, ഉപദേശങ്ങൾ കൊണ്ട് ജനങ്ങളെ സമുദ്ധരിക്കാൻ വേണ്ടി, സംസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരോട് പറയും ഫകദ്ദബ്ന, അവർ കളവാക്കും. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇന്നൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, ഇത്തരം കാര്യങ്ങൾ പറയുന്നവരെല്ലാം
ഫി ലലാലിൻ കബീർ, വലിയ വഴികളിലാണ്. അതുകൊണ്ട് നിങ്ങൾ സൂചിച്ചോളി. അതൊരു ടീം ഇവിടെ പറയും കേട്ടോ. ഓർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾ സൂചിച്ചോളി എന്നാണ്. ഇന്നൻതും ഇല്ലാ ഫി ലലാലിൻ കബീർ. നന്മ ഉപദേശിക്കുന്നവർ, സാരോപദേശങ്ങൾ കൊടുക്കുന്നവർ, താക്കീതുകൾ, ഖുർആന്റെ താക്കീതുകൾ വിശദീകരിക്കുന്നവരൊക്കെ ഇന്നൻതും ഇല്ലാ ഫി ലലാലിൻ കബീർ, വളരെ വലിയ വഴികളിലാണ്. അവസാനം ഈ നരകത്തിലേക്ക് ഇട്ടപ്പോഴോ അതും അല്ല പറയാം. ഇത് പറഞ്ഞ ആളുകളെ, ഇതിനൊന്നും തെളിവില്ല, ഇതൊക്കെ പണ്ഡിതന്മാരും പുരോഹിതന്മാരുമായ ആളുകൾ മനുഷ്യരെ കെട്ടിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില വാചകങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് വാചക കസർത്ത് നടത്തിയ ആളുകൾ നരകത്തിലേക്ക് അള്ളാഹു വലിച്ചെറിഞ്ഞാൽ അവരുടെ അവസ്ഥ ഖുർആൻ പറയാം. വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. എന്തൊരു വിലാപമാണെന്നറിയോ. ലൗ കുന്നാ നസ്മഉ, ദുനിയാവിൽ ജീവിച്ച നാളിൽ ഈ ഉപദേശങ്ങൾ, ഈ താക്കീതുകൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഔ നഖിലു, അല്ലെങ്കിൽ നമ്മൾ അത് ബുദ്ധി കൊടുത്ത് ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഈ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നരകത്തിൽ നമ്മൾ പ്രവേശിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അട്ടഹസിച്ച് കരയും കേട്ടോ. വല്ലാത്ത രംഗാ ഓർത്തു മുൽക്ക്. ഇതൊക്കെ നമ്മൾ സാധാരണ ഓതുന്ന സൂറല്ലേ. ഓക്കെ. അപ്പം മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. എന്നിട്ടോ ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ ഫഅ്തറഫൂ ബിദൻബിഹിം, അവർ ചെയ്ത എല്ലാ കുറ്റങ്ങളും അവർ ഏറ്റു പറയും. എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഉണ്ടോ? നമ്മൾ ചെയ്ത എല്ലാ തെറ്റും നമ്മൾ തന്നെ ഏറ്റു പറയണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ നരകത്തിന് അവകാശപ്പെട്ടവനാണെന്ന് ഏറ്റു പറയും. ഞാൻ ഈ സ്വർഗത്തിലേക്ക് പോകേണ്ടവനല്ല, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഈ നരകം വിലക്ക് വാങ്ങിയതാന്ന് പറഞ്ഞിട്ട് അള്ളാഹിനോട് ഏറ്റു പറയും കേട്ടോ. ഇതൊക്കെ അള്ളാഹ് നേരത്തെ മുൻകൂട്ടി നമ്മൾ അറിയിക്കുകയാണ്. ഫഅ്തറഫൂ ബിദൻബിഹിം. അപ്പോഴോ അള്ളാഹുവിൻ്റെ ഓർഡർ ഫസുഹ്കൻ ലി അസ്ഹാബിസ് സഈർ. നമ്മളിതാ പടച്ചോനെ ഏറ്റു പറയാണ്, പടച്ചോൻ ഇനി മേലിൽ ചെയ്യില്ല. ഇതൊക്കെ ആരോട് പറഞ്ഞാൽ നടക്കൂല, അള്ളാഹിനോട് പറഞ്ഞാൽ നടക്കൂല. അപ്പം അല്ല പറയാ ഫസുഹ്കൻ ലി അസ്ഹാബിസ് സഈർ. നരകത്തിൻ്റെ ആളുകൾ വിദൂരം, ഇവിടെ നിന്ന് നിൽക്കാൻ പാടില്ല, അള്ളാഹുവിൻ്റെ അരികത്ത് പോലും നിൽക്കാൻ പാടില്ല, ആട്ടി അകറ്റുമല്ല കേട്ടോ. ഇതൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയ മയ്യത്തിൻ്റെ അവസ്ഥയാണ്. നമ്മളിപ്പോൾ മയ്യത്താവാതെ ഇവിടെ നിൽക്കുന്നവരുടെ അവസ്ഥയാണ്. ഈ താക്കീതുകളെല്ലാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും ഒരുപാട് താക്കീതുകൾ മുസ്ലിം ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. നമ്മൾക്കൊക്കെ ഉപദേശം തരാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞു ഖുർആനിൽ, ഫദക്കിർ ബിൽ ഖുർആൻ, മുഹമ്മദെ വിശ്വാസികളായ അള്ളാഹു വിശ്വസിക്കുന്ന നല്ല മുഅ്മിനുകളായ ആളുകൾക്ക് ഉപദേശം കൊടുക്കണം. ഉണ്ടോ? ഫദക്കിർ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് താക്കീത് കൊടുക്കണം. ആ താക്കീത് എന്ത് ചെയ്യും? യൻഫഉൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടും. ആ താക്കീതുകളൊക്കെ അവർക്ക് ഉപകാരം ചെയ്യും. ഫദക്കിർ ബിൽ ഖുർആൻ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഉപകാരം ചെയ്യും. ഫദക്കിർ ബിൽ ഖുർആൻ മൻ യഖാഫു വഈദ്, അള്ളാഹുവിൻ്റെ ഈ പറഞ്ഞ ദിവസത്തെ, ഈ നരകവും സ്വർഗവും വിശദീകരിക്കുന്ന ഈ വാഗ്ദത്ത ദിവസത്തെ ഭയപ്പെടുന്നവർക്ക് വിശുദ്ധ ഖുർആൻ കൊണ്ട് മുഹമ്മദെ നിങ്ങൾ താക്കീത് കൊടുക്കണം. അവർ നന്നാവും. അവരെന്തായിരുന്നാലും അവരുടെ നരകത്തിന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ദുനിയാവിൽ വെച്ച് ചെയ്യും. ഇതല്ലാ പറഞ്ഞു കേട്ടോ. എന്നിട്ട് അല്ലാ പറയാം, മുഹമ്മദ് നബിയോട് വീണ്ടും പറയാം, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, മുഹമ്മദെ നീ താക്കീത് കൊടുത്തോ. ഇന്നമാ അൻത മുദക്കിർ, നീ താക്കീത് കൊടുക്കുന്നവൻ മാത്രമാണ്. സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതുകൾ പുച്ഛിച്ച് തള്ളപ്പെടുമ്പോൾ നബിക്ക് സങ്കടം വരും. അത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. താക്കീതുകളും ഉപദേശങ്ങളൊക്കെ തള്ളിക്കളയുമ്പോൾ നിന്റെ മനസ്സിനെ നീ മരണത്തിലേക്ക് വരെ കൊണ്ടുപോകും. അത്രമാത്രം സങ്കടം മുഅ്മിൻ നബിക്ക് ഉണ്ടാകുന്നുണ്ട്, ഉമ്മത്ത് നേരാവാത്തതുകൊണ്ട്. എന്താ കാരണം? അല്ലാ യകൂനു മുഅ്മിനീൻ, അവർ വിശ്വാസികളാകാത്തതിനാൽ കേട്ടോ. മനുഷ്യർ നന്നാകാതെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ അള്ളാഹു പറഞ്ഞത് എല്ലാവരെയും മുഅ്മിനാകാനൊന്നും അല്ലാഹ് ഉദ്ദേശിച്ചില്ല. താക്കീത് കൊടുത്തോ. ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബി മുസൈത്തിർ, നീ അവരെ നരകത്തിൽ രക്ഷപ്പെടുത്താനോ സ്വർഗത്തിലെത്തിക്കാനോ ഒരു കാവലാളൊന്നുമല്ല. നിന്റെ ബാധ്യത എത്രയേ ഉള്ളൂ, ജനങ്ങൾക്ക് കാര്യം എത്തിച്ചു കൊടുക്കുക. വേണമെങ്കിൽ എടുത്തണ്ട. ഉണ്ടോ? ഇല്ലാത്ത വാക്കാണ്.
സഗൗരവം അല്ലാഹു പറയാം മുഹമ്മദ് നബിയോട്. മുഹമ്മദ് നബി സങ്കടപ്പെടണ്ട, നീ ഒരു താക്കീതുകാരൻ മാത്രമാണ് അല്ലേ. മുഹമ്മദ് നബി സ്വന്തം കുടുംബത്തെ മുഴുവൻ വിളിച്ചു പറഞ്ഞു ഇതന്നെ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മകൾ ഫാത്തിമയോട് പറഞ്ഞു, യാ ഫാത്തിമത്ത് ബിൻത്ത് മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമേ. ഫാത്തിമ എന്ന് പറഞ്ഞാൽ നബിയുടെ ഫാത്തിമത്തു കിത്തു കെബിദീന, ഫാത്തിമ എൻ്റെ കരളിൻ്റെ ഒരു കഷ്ണമാണ്. ആ കരളിൻ്റെ കഷ്ണത്തോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, അങ്കിദി നഫ്സക്കി മിനന്നാർ, നിന്റെ ശരീരത്തെ നരകത്തിൽ നീ സൂക്ഷിക്കണം. ഈ പോകേണ്ട നരകത്തിന് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറി വരണ്ട. സെലീനി മിൻ മാലി, ദുനിയാവിൽ ഉപ്പാക്കുള്ള സ്വത്ത് നീ ചോദിച്ചോ, അത് ഞാൻ കഴിയും വിധം തരാം. പക്ഷെ ഫലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, അള്ളാഹുവിൽ നിന്ന് നിനക്ക് വരുന്ന ശിക്ഷയെ തടുക്കാൻ മുഹമ്മദിന് സാധ്യമല്ല മോളെ. ഉണ്ടോ? ഇതാണ് താക്കീത്. ഈ താക്കീതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും നൽകി, മുസ്ലിം ഉമ്മത്തിനും നൽകി. നമുക്ക് നൽകിയ ഉപദേശമാണ് നമ്മളിപ്പോൾ കേട്ട്. ഇതുപോലെ പലപ്പോഴും സഹാബ കിറാമുകൾ നബിയുടെ അടുത്ത് വന്നിട്ട് പലപ്പോഴും നബിയെ സ്വർഗത്തിലെത്താൻ, നരകത്തിന് രക്ഷപ്പെടാൻ ആവശ്യമായ ഉപദേശങ്ങൾ തരണമെന്ന് പറഞ്ഞ് നബിയോട് ഇങ്ങോട്ട് ആവശ്യപ്പെടും. ചിലപ്പോൾ നബി അങ്ങോട്ട് ഉപദേശം കൊടുക്കും, ചിലപ്പോൾ നബിയോട് ഉപദേശം തേടി ആളുകൾ ഇങ്ങോട്ട് വരും. കാരണം ആളുകളുടെ ഇപ്പം മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് ആളുകൾക്കൊരു വിഷയമല്ലാണ്ടായിട്ടുണ്ട് അല്ലേ. മയ്യത്ത് വരെ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയിക്കോട്ടെ, പോകാനായവർ പോയി, നമ്മളിവിടെ ഉണ്ട് അല്ലേ. നമ്മളെ ഏത് സമയത്തും നമ്മൾ പിരിയും അല്ലേ. നമ്മളെ പിരിയൽ നമ്മൾ ഓർക്കുന്നില്ല. പിരിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രവർത്തനങ്ങൾ മുഴുവൻ ദുനിയാവിലാണ്, പരലോകത്തൊന്നുമില്ല, പ്രവർത്തനമില്ല. പിന്നെന്താ ഉള്ളത്? വിചാരണയാണ്. പിന്നെന്താ ഉള്ളത്? നരകമാണ്. പിന്നുള്ള എന്ത്? സ്വർഗമാണ്. ഇതാണ് അവിടെ ഉള്ളൂ, അല്ലാണ്ട് അവിടെ അമലില്ല. ഇവിടെയാണ് അമല്. അതുകൊണ്ട് ചെയ്തു വെക്കുക. ഓരോ ദിവസവും കിട്ടുന്ന സമയം പരമാവധി, അതല്ല പറഞ്ഞിട്ടുള്ളൂ, ഫത്തഖുല്ലാഹ മസ്തതഅ്തും, കഴിയുന്നത്ര അള്ളാഹിനെ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് നമ്മൾ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ അള്ളാഹിനോടും ചോദിക്കേണ്ടത്. പടച്ചോനെ ലാ തുആഖിദ്നാ ഇൻ നസീന, മറന്നുപോയാൽ പടച്ചോനെ എന്നെ ശിക്ഷിക്കരുത്. മറന്നുപോയിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ അല്ലേ. ഔ അഖ്തഅ്ന, അബദ്ധം പറ്റിപ്പോയാൽ അല്ലേ. ഇതൊക്കെ അള്ളാഹ് പറയുന്നില്ലേ, നമ്മൾ അള്ളാഹിനോട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും നീ ഞങ്ങളെ ശിക്ഷിക്കരുത് അല്ലേ. അപ്പോൾ അതൊന്നും അള്ളാഹ് ശിക്ഷിക്കൂല. അബദ്ധത്തിൽ വന്നുപോയത്, പിന്നെ നിർബന്ധിത സാഹചര്യത്തിൽ ചിലപ്പോൾ വരുന്ന തെറ്റുകൾ, നിർബന്ധിത സാഹചര്യം, അത് നിങ്ങൾക്കറിയാം. ഫമനിൽ തുറ ഗൈറ ബാഗിൻ വരാൻ, അള്ളാഹിൻ്റെ കൽപ്പനകളെയോ ഉപദേശങ്ങളെയോ താക്കീതുകളെയോ മറികടക്കണമെന്നുള്ള ചിന്തയില്ലാതെ നിർബന്ധിത സാഹചര്യത്തിൽ ഒരാൾ തെറ്റ് ചെയ്തു പോയാൽ അതും അള്ളാഹിൻ്റെ അടുത്ത് കുറ്റം ഉണ്ടാവില്ല കേട്ടോ. അല്ലാത്തൊക്കെ മറുപടി പറയേണ്ടി വരും. ചില്ലറ കാര്യങ്ങളുണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ കൊണ്ട് അള്ളാഹു പറയുന്നു, നീ താക്കീത് കൊടുത്തോ, നീ താക്കീതുകാരൻ മാത്രമാണ്. ഇന്നമ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബി മുസൈത്തിർ. തുടർന്ന് അള്ളാഹു പറയുന്നു, ഇല്ലാമൻ തവല്ല വകഫറ, നിന്റെ താക്കീതുകളെയും ഉപദേശങ്ങളെയും പുല്ലുവില കൽപ്പിച്ച് അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയും അതിന് തള്ളിക്കളയുകയും ചെയ്തവർക്ക് ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ. പലപ്പോഴും വെള്ളിയാഴ്ച നിങ്ങൾ ജുമാക്ക് കേൾക്കാറില്ലേ, ഫയുഅദ്ദിബുഹുല്ലാ, അള്ളാഹു അവനെ ശിക്ഷിക്കും, അദാബൽ അക്ബർ, ഏറ്റവും വലിയ ശിക്ഷ ഉണ്ടോ. തള്ളിക്കളഞ്ഞോൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് വാക്ക് ചെവിക്ക് പുറമാക്കിയുണ്ടാവും. കാരണം അതൊന്നൊരു വില കൽപ്പിക്കേണ്ട കാര്യമല്ല. നമ്മളെ വഴി അല്ലേ. വെള്ളിയാഴ്ച ജുമാക്ക് വന്ന്, എല്ലാ വെള്ളിയാഴ്ചയും അള്ളാഹു എന്തിനാ അങ്ങനെ ഒരു നിയമമാക്കിയത്? ജുമാക്ക് മുസ്ലിങ്ങൾ ഒത്തുകൂടെ ഉപദേശം കൊടുക്കാനാ. വെള്ളിയാഴ്ച ഫസ്ഔ ഇലാ ദിക്രില്ലാന്നാ അല്ലേ. ഇതാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമാ, വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ല, ഉപദേശം കേൾക്കാൻ നിങ്ങൾ ധൃതി കാണിച്ച് പള്ളിയിലെത്തണം. അല്ലാണ്ട് ജുമാ കഴിയാൻ നേരത്ത് കാലിലേക്ക് കയറുകയല്ല കേട്ടോ. ഇതൊക്കെ അള്ളാഹിൻ്റെ ഉപദേശം, ഒരു ഉപദേശമൊന്നുമല്ല. അപ്പം അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഉപദേശങ്ങൾ കാണാം. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബത്തിന് കൊടുത്ത ചില ഉപദേശങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹാബിയാണ് അബൂദറുൽ ഗിഫാരി. ചരിത്രത്തിൽ അബൂദറുൽ ഗിഫാരിയെ പഠിക്കാതെ കേൾക്കാതെ ജീവിക്കുന്നവൻ മുസ്ലിമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രമാത്രം ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ച, ഒരുപാട് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നബിയെ സഹായിച്ച
ഒരഹങ്കാരവുമില്ലാത്ത വിനയാന്വിതനായ അള്ളാഹുവിൻ്റെ സഹാബത്താണ്. ആ സഹാബത്ത് സ്വർഗത്തിലെത്തണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കൽപ്പിച്ച ഒരു 7 ഉപദേശങ്ങളുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. അബൂദർ അൽ ഗഫാരിയോട് അള്ളാഹിൻ്റെ പ്രവാചകൻ കൊടുത്ത ഉപദേശങ്ങൾ അദ്ദേഹം തന്നെ പറയാണ്. അമറനി ഖലീലി ബി സബ്, 7 കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എൻ്റെ സുഹൃത്ത് ബി ഖലീലി, റസൂലിനെ ഉപയോഗിച്ച വാക്ക്, എൻ്റെ സുഹൃത്ത് എനിക്ക് കൽപ്പന തന്നു. 7 കാര്യം എന്തൊക്കെ? 1, അമറനി എന്നോട് കൽപ്പിച്ചു ബിഹുബിൽ മസാക്കീൻ, പാവങ്ങളെ സ്നേഹിക്കാൻ. പാവങ്ങളെ സ്നേഹിക്കണം. ആര്? പണം കൊടുത്തവർ. കഴിയില്ല. നമ്മൾ ചിലപ്പം നാണയത്തൊട്ടുകൾ കൊടുത്തേക്കാം, പക്ഷെ അവരെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയുന്നത് റസൂൽ പറയാം. ദുനുവ്യ മിൻഹും, അവരെ ചേർത്ത് പിടിക്കണം. ആരെ? പാവങ്ങളെ. സമ്പന്നന്മാരായ നിന്നെപ്പോലുള്ള ആളുകൾ ആരോടാ പറയുന്ന? അബൂദർ അൽ ഗഫാരിയോട്. നീ ചേർത്ത് പിടിക്കണം പാവങ്ങളെ, നീ സ്നേഹിക്കണം അവരെ. എന്നാലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞു എല്ലാ പാവങ്ങളെയുമല്ല. പിന്നെ ആരെ? ദുനിയാവിൽ ഒരുപാട് പാവങ്ങളുണ്ട്, അവരൊന്നല്ല നീ ചേർത്ത് പിടിക്കേണ്ടത്. പിന്നെ ആരെ? സൂറത്ത് കഹ്ഫിൽ അല്ലാഹു പറയാണ്, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി. വസ്ബിർ നഫ്സക, നിന്റെ നഫ്സിനെ നീ ചേർത്ത് പിടിക്കണം. ആരുടെ കൂടെ? മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി, പ്രഭാതം മുതൽ പ്രദോഷം വരെ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്ന, അള്ളാഹിനോട് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കൊത്ത് ജീവിക്കുന്ന പാവങ്ങളോടൊപ്പം. അല്ലാതെ നമ്മളെ പൈസ അങ്ങ് ചേർത്ത് പിടിച്ച് നമ്മളെ പൈസ അങ്ങ് കള്ളുചാപ്പ് കൊണ്ടുപോയി കൊടുക്കുവാനല്ല കേട്ടോ. ഖുർആൻ അങ്ങനെ പ്രവാചകൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തോന്നിപ്പോവുകയെ എല്ലാ പാവങ്ങളെയും നാട്ടിൽ നടക്കുന്ന എല്ലാ ആളുകളെയല്ല. ഖുർആൻ പറഞ്ഞെന്താ? യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി. നിങ്ങൾ സാധാരണ വെള്ളിയാഴ്ച ചോദിക്കുന്ന സൂറല്ലേ കഹ്ഫ്. അപ്പോൾ യദ്ഊന, അവർ ദുആ ചെയ്യുന്നു, റബ്ബഹും, അവരുടെ റബ്ബിനോട്, ബിൽ ഗദാത്തി, പ്രഭാതത്തിൽ, വൽ അശി, പ്രദോഷത്തിൽ. പ്രഭാത പ്രദോഷങ്ങളിൽ അള്ളാഹുവുമായി ബന്ധപ്പെടുക. എങ്ങനെ? അതെന്തിനാ അറിയാം അവർ ചെയ്യുന്നത്? ആരുടെയും സഹായം കിട്ടാനല്ല. സാധാരണ പാവങ്ങളൊക്കെ പള്ളിയിൽ കയറാറുള്ളത്, ഞാൻ കുറ്റപ്പെടുത്തല്ല, പള്ളിയിൽ കയറാറുള്ളത് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടാനാണ് അല്ലേ? ചെറുപ്പക്കാർ പള്ളിയിൽ കയറാറുള്ളത് മിക്കവാറും കല്യാണം കഴിക്കാനായാലാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. അള്ളാഹ് പറയാ, യുരീദൂന, ഈ പാവങ്ങൾ ലക്ഷ്യമാക്കുന്നു വജ്ഹഹു, അള്ളാഹുവിൻ്റെ പ്രീതി. വജ്ഹ് അല്ലാഹ്, അള്ളാഹിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവർ വന്നത് പള്ളിയിൽ. ഓരെയാണ് ചേർത്ത് പിടിക്കേണ്ടത് കേട്ടോ. പിന്നെ വലാ തഅദു ഐനാകാൻഹും, അവരെ നീ ഒരിക്കലും വിട്ടുകളയരുത്. ഇങ്ങനെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പാവങ്ങളെ നീ ചേർത്ത് പിടിക്കണം, അവരെ നീ വിട്ടുകളയരുത്. വലാ തഅദു ഐനാക, നിന്റെ കണ്ണുകൾ അവരെ വിട്ട് കിടക്കരുത്. തുരീദൂന സീനത്തൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തിൻ്റെ പളപളപ്പ് ആഗ്രഹിച്ചുകൊണ്ട് അല്ലേ? നമ്മൾ ഈ പാവങ്ങളെ വിട്ട് എപ്പോഴും മലയാളിമാരെ പിന്നാടുക്കുന്നതിന് കാരണം എന്താ കാരണം? നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? തുരീദൂന സീനത്തൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തിൻ്റെ പളവളപ്പാണ് അല്ലേ? നിങ്ങൾ കല്യാണത്തിന് ആരെങ്കിലും ക്ഷണിക്കുകയാണെങ്കിൽ നാട്ടിലുള്ള സകല മലയാളിമാരെയും വിളിക്കും. അതിനാ? നിങ്ങളെ വീടിൻ്റെ മുമ്പിൽ അത്ര കാറ് വന്നു എന്നറിയാൻ അല്ലേ? എല്ലാവർക്കും ഉണ്ട് ഈ രോഗം. നിങ്ങൾ വെള്ളിയാഴ്ച എല്ലാ ദിവസവും കഹ്ഫ് ഓതിയിട്ട് കാര്യമില്ല, അത് ഉൾക്കൊള്ളണം. ചില മന്ത്രിമാരെയൊക്കെ വിളിക്കും. മന്ത്രിമാരുടെ കാറിലല്ല വന്നെങ്കിൽ, സ്വന്തം പ്രൈവറ്റ് കാറിലാണ് വന്നെങ്കിൽ വിളിച്ചോనికి ഇഷ്ടാവില്ല. വന്നത് തന്നെ വെറുതെ പിരിയാൻ പോയി എന്ന് പറയും. കാരണം എന്താ? അവരുടെ ഗവൺമെൻറ് മുദ്രയുള്ള വാഹനത്തിൽ വരുമ്പോഴാണ് ഇന്നെ മിനിസ്റ്റർമാർ അല്ലേ, പഞ്ചായത്ത് മെമ്പർമാർ, മുനിസിപ്പാലിറ്റിൻ്റെ മേയർമാർ, ഇതൊക്കെ നമുക്ക് വേണ്ടത്. അല്ലാണ്ട് പാവങ്ങളല്ല. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ചേർത്ത് പിടിക്കണം. ആരോടാ പറയുന്നത്? അബൂദർ അൽ ഗഫാരിയോട്. ഇത് ഒരു സമ്പന്ന, അദ്ദേഹത്തോടാ പറഞ്ഞത്. അദ്ദേഹത്തിനെ കേട്ടപ്പോഴോ വെറുപ്പുണ്ടായോ? ഇല്ല. അദ്ദേഹം അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ ഓരോ വാക്കുകളും വാചകങ്ങളും കലിമത്തുകളും 100% കൽബിലേക്ക് ചേർത്ത് പിടിക്കുന്ന സഹാബിയാണ് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാ പാവങ്ങളെയും ചേർത്ത് പിടിക്കണം മുതലാളിമാർ, എന്നിട്ട് പോലെ കാറിൽ കയറ്റി കൊണ്ടു നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ആരെയാണ് കൊണ്ടു നടക്കേണ്ടതെന്ന് അപ്പോൾ പറഞ്ഞു, അത് ഖുർആൻ തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഒരനുഭവം നമുക്ക് കേൾക്കാം.
മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ പറയാണ്, ഒരിക്കൽ നബിയും നബിയുടെ ചില കൂട്ടുകാരും കൂടി ഒരിടത്തിരിക്കുകയാണ്. അപ്പോൾ മറ റജുലുൻ അലൻ നബി ഇസ്ലാസ്, നബിയുടെ അടുത്ത് കൂടി ഒരാൾ കടന്നുപോയി, ഒരാൾ നടന്നുപോയി. അപ്പം നമ്മളൊക്കെ ചിലപ്പോൾ ഓവാലറ്റബിലൊക്കെ ഇരിക്കില്ലേ ചില ആൾക്കാർ, ചിലർ ബീച്ചിൽ പോയിരിക്കില്ലേ, പൈസക്കാരായ ആൾക്കാർ ബീച്ചിലുണ്ടാവും, ചെറുപ്പക്കാരായ വഴിനോക്കികളായ വായനോക്കികളോടുണ്ടാവും ഓരോരോ കമാൻഡ്മെൻ്റ് അല്ലേ അല്ലേ. അപ്പം വായനോക്കികൾ കമാൻഡിലും കുറച്ചൊരു മര്യാദ ഉള്ള ആൾക്കാർ ബീച്ചിൽ പോയിരിക്കും. ബീച്ചിൽ പോയിരിക്കുന്നവരും മോശപ്പെട്ടവരും ഉണ്ട് കേട്ടോ, അല്ല മൊത്തം ബീച്ചിൽ ഇരിക്കുന്നവർ മുന്തിയ മാന്യന്മാരൊന്നും പറഞ്ഞില്ല, രണ്ടും ഉണ്ടാവും എല്ലായിടത്തും. പക്ഷേ ഈ വഴിയിലിരിക്കുന്ന അതിൽ മാന്യന്മാരുണ്ടാവില്ല. ഓവുപാലത്തിമേൽ മറ്റേ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ അവിടെയാണ് വിഷയം. മറ റജുലുൻ അലൻ നബീസ്, നബിയുടെ അടുത്ത് കൂടി ഒരാൾ കടന്നുപോയി. അപ്പം നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആൾക്കാർ പോകുമ്പോൾ നമ്മൾ ഓലെ പറ്റി എന്ത് ചെയ്യും, ചർച്ച ചെയ്യും അല്ലേ. നബിയുടെ അടുത്ത് കൂടെ നടന്നു പോയപ്പോൾ റസൂലുള്ള ചോദിച്ചു, ഫക്കാൽ അല്ലി റജുലിൻ ഇൻദഹു ജാലിസ്, നബിയുടെ അടുത്തിരിക്കുന്ന ആളോട് നബി ചോദിച്ചു, മാ റയ്യുക ഫി ഹാദാ, ആ കടന്നു പോകുന്ന മനുഷ്യനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ? ഒരാൾ നടന്നു പോകുന്നു, അയാളെപ്പറ്റി എന്താണ് നിങ്ങളെ അഭിപ്രായം? റസൂലുള്ളാഹിന്റെ ചോദ്യം. ഫക്കാല, അപ്പാ സഹാബി പറഞ്ഞു, റജുലുൻ മിൻ അഷ്റാഫിൻ നാസി ഹാദാ, ഈ മനുഷ്യൻ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനാണ്, ഏറ്റവും അഷ്റഫാണ്. മിൻ അഷ്റാഫിൻ നാസി ഹാദാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഹരിയുൻ ഇന്ന ഖത്തബൻ യുൻക, അദ്ദേഹം എവിടെ പോയി വിവാഹം അന്വേഷിച്ചാലും അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കും, മാന്യനാണ്. ആര് വിവാഹം അന്വേഷിച്ചാലും ആരോട് വിവാഹം അന്വേഷിച്ചാലും വിവാഹം ചെയ്തു കൊടുക്കും. അതാണല്ലോ ഒരു അടയാളം. ഇപ്പം ചില ആളുകൾക്കൊന്നും ഇപ്പോൾ പെണ്ണിട്ടില്ലല്ലോ. എന്താ കാരണം ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചിന്തിച്ചാൽ മതി. മാന്യന്മാരായ ചെറുപ്പക്കാരാണെങ്കിലല്ലോ ആളുകൾ തട്ടിക്കൊണ്ടുപോകും അല്ലേ. ചവറാണെങ്കിലോ എല്ലാവരും ആരും കൊടുക്കൂല, കൊടുത്താൽ തന്നെ ആ കുട്ടിയുടെ ജീവിതം അപകടമാവും അല്ലേ. അള്ളാൻ്റെ താക്കീതുകളും നിയമങ്ങളും ഉപദേശങ്ങളും ഒരു നിലക്കും വില കൽപ്പിക്കാത്ത യുവാക്കൾ ഈ ഭൂമിയിലും നാളെ പരലോകത്തും അപകടകാരികളാണ്. നോക്കാം. അപ്പോൾ റസൂലുള്ള പറയാം, റസൂലുള്ളാഹിനോട് പറഞ്ഞു, അദ്ദേഹം വിവാഹം അന്വേഷിച്ചാൽ ആ വിവാഹം ആരും നടത്തി കൊടുക്കും. പിന്നെ ഒയിൻ ഷഫ, ആ മനുഷ്യൻ ആരോടെങ്കിലും ഒരു ശുപാർശ നടത്തിയാൽ യുഷഫ, ശുപാർശ സ്വീകരിക്കപ്പെടും. അത്ര മാന്യനാണ്. ഇത് കേട്ടപ്പോൾ സക്കത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പം സമയം മിണ്ടാണ്ടിരുന്നു, ഒന്നും പറഞ്ഞില്ല ഈ വിവരങ്ങളൊക്കെ കേട്ടതിന് ശേഷം. എന്നിട്ട് റസൂലുള്ള വീണ്ടും എന്ത് ചെയ്തു, വേറൊരു മനുഷ്യൻ ആ വഴി കടന്നു വന്നു. അദ്ദേഹം തന്നെ പറയാണ്, സുമ്മ മറ റജുലുൻ ആഖർ, വേറൊരു മനുഷ്യൻ കടന്നു വന്നു ആ വഴി. ഫഖാല ലഹു റസൂലുള്ളാഹി, അപ്പോഴും റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിച്ചു, മാ റയ്യുക ഹാദാ, ഈ മനുഷ്യനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഫഖാല യാ റസൂലല്ലാഹ് ഹാദാ റജുലുൻ മിൻ ഫുഖറാഇൽ മസാക്കീൻ, അള്ളാഹിൻ്റെ പ്രവാചകരെ, ഇപ്പം നമ്മളെ നാട്ടിൽ ജീവിക്കുന്ന ഏറ്റവും ദരിദ്രനായ മനുഷ്യനാണ്, ഏറ്റവും ദരിദ്രനാണ്. ഹാദാ ഹരിയുൻ ഇൻ ഖതബ അൻ ലാ യുൻക, അദ്ദേഹം ആരോട് വിവാഹം അന്വേഷിച്ചാലും ആരും വിവാഹം ചെയ്ത് കൊടുക്കൂല. വൈൻ ഷഫ, അദ്ദേഹം ഒരു കാര്യം ശുപാർശ ചെയ്താൽ അൻ ലാ യുഷഫ, ശുപാർശ സ്വീകരിക്കൂല. വൈൻ കാല, അദ്ദേഹം എന്തെങ്കിലും സംസാരിച്ചാൽ അൻ ലാ യുസ്മ ലി ഖൗലി, ആരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂല. അദ്ദേഹത്തിൻ്റെ ഇപ്പം ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും അല്ലേ. നിങ്ങൾ നല്ല ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് നല്ല ടൈയൊക്കെ കെട്ടിയിട്ട് വന്നാൽ നിങ്ങളെ വാക്ക് ശ്രദ്ധിക്കും അല്ലേ. നിങ്ങൾ കള്ളിത്തുണിയൊക്കെ കൊടുത്താൻ വന്നാലോ ആരും ശ്രദ്ധിക്കൂല. കാരണം ഇവിടെ കള്ളിത്തുണിക്കും പാൻറ്റിനാ വരാ, സംസ്കാരത്തിനല്ല കേട്ടോ. നമ്മളാരും യഥാർത്ഥത്തിൽ ഇത്തരം ഹദീസുകൾ പഠിക്കുമ്പോൾ നമ്മൾ മുസ്ലിം ആയിട്ടില്ല എന്ന തോന്നൽ പഠിച്ചോനതിൻ്റെ മുമ്പ് ഈ കൽബിൻ്റെ അകത്തുള്ള എല്ലാ ചലവും എല്ലാ ചീഞ്ചലവും അല്ലാഹുവെ പോക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് മനുഷ്യരായി കണ്ടാൽ മതി, മനുഷ്യരെ. അല്ലാണ്ട് നമ്മൾ എന്ത് വേണ്ട, അഷ്റാഫായിട്ടും പാവപ്പെട്ടവനാണെങ്കിൽ മോശപ്പെട്ടവനായിട്ടും നമ്മളെ കൽബിൽ ചിത്രീകരണം വരാൻ പാടില്ല കേട്ടോ. ഒരു ആളുകളുടെ സ്വഭാവം അതാണ്. ഇനിയാണ് ബാക്കി കേൾക്കേണ്ടത്. റസൂലുള്ളാഹിന്റെ ഇതിന് രണ്ടിനും കൂടി റസൂലുള്ളാഹി എന്തിനാണ് റസൂലുള്ളാഹി പഠിപ്പിക്കാൻ? അന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചുകൊണ്ടല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്കിത് പഠിപ്പിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേക ശൈലി എന്താ വെച്ചാൽ, ചില സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി ട്രെയിനറാവും, ട്രെയിനിങ് കൊടുക്കും സഹാബത്തിന്. എന്നിട്ട് ഫഖാൽ റസൂലുള്ളാഹി പറഞ്ഞു, ഹാദാ ഖൈറും മിൻ മിൽഇൽ അർളി മിസ്ലി ഹാദാ,
ഈ മനുഷ്യനെ പോലെയുള്ള ആളുകൾ അഹങ്കാരിയായ, തമ്മാടിയായ, അള്ളാഹുവിൻ്റെ ദീനിന് വില കൽപ്പിക്കാത്ത വലിയ സമ്പന്നനായ ആൾ, നാട്ടിലെല്ലാവരുടെയും ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആൾ, അയാൾ പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കപ്പെടുന്ന ആൾ, അയാൾ ശുപാർശ ചെയ്താൽ ആരും ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ആൾ, എന്നാൽ അഹങ്കാരിയാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തവനാണ്, നരകത്തിലേക്കുള്ള സമ്പന്നനാണ്. ഇവിടെ സമ്പന്നത ഉണ്ടായതല്ല പ്രശ്നം. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ഇഷ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അള്ളാഹു സമ്പത്ത് കൊടുത്തു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ സമ്പത്ത് അവൻ്റെ കുടുംബത്തിനും മാന്യമായി ദുർവ്യയം ചെയ്യാതെ അവൻ്റെ ജീവിതത്തിൽ മുഴുവനും ചെലവഴിച്ചു. കൂട്ടത്തിൽ പാവങ്ങൾക്ക് കൊടുക്കേണ്ട ഓഹരി ലിസ്സാഇലി വൽ മഹ്റൂം അതും കൊടുത്തു. ചോദിച്ചു വന്നവർക്കും കൊടുത്തു. അഭിമാനം സംരക്ഷിച്ച് ചോദിക്കാണ്ട് വരുന്നവർക്ക് ഉള്ള ആളുകൾക്ക് അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു. അല്ലേ? അങ്ങനെ ചെയ്യുന്നവരില്ലേ ഇവിടെ? ഇല്ലേ? ഇതൊക്കെ ഉണ്ട്. പാവങ്ങളായി എന്നുള്ള എല്ലാ വിഷയം, പണക്കാരായി എന്നുള്ള എല്ലാ വിഷയം. അല്ലാഹു പറഞ്ഞിട്ടുള്ളത് ഇന്നല്ലാഹ ഇഷ്തറാ മിനൽ മുഅ്മിനീൻ, വിശ്വാസികളായ മനുഷ്യരിൽ നിന്ന് അള്ളാഹു വാങ്ങിയിരിക്കുന്നു. അംഫുസവും അവരുടെ സ്വന്തം ശരീരം അള്ളാഹ് കൊടുത്തു. അംവാലഹുടെ സമ്പത്തും കൊടുത്തു. എന്നിട്ടോ ബിഅന്ന ലഹുമുൽ ജന്ന, പകരം സ്വർഗം അള്ളാഹ് അങ്ങോട്ട് കൊടുത്തു. അള്ളാഹു ഒരുക്കണ്ട് കൊടുത്തു. അല്ലേ? ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ പഴയ കാലത്ത് ദാരിദ്ര്യമൊന്നുമില്ല, പാവപ്പെട്ടവരൊന്നും ഇപ്പം ഇല്ല. ഇപ്പം നല്ല സുഖത്തിലെല്ലാവരും. പിന്നെ അത് മാത്രമല്ല, പാവപ്പെട്ടവർക്ക് തന്നെ മുമ്പൊക്കെ നമ്മൾ 2-5 ഉറുപ്പിക കൊടുത്താൽ വലിയ സന്തോഷമാണ്. അല്ലേ? ഇപ്പോഴോ ഇപ്പോൾ 2-5 കൊടുത്താൽ ഓരവിടെ വെച്ചിട്ട് പോകും. ഉണ്ടോ? നമ്മളെ മക്കൾക്ക് തന്നെ സ്കൂളിൽ പോകുമ്പോൾ 500 നോട്ടാപ്പോൾ വേണ്ടത്. ഇത് 1 ഉറുപ്പില്ലായിട്ട് 2-3 കിലോമീറ്റർ നടന്ന് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോയ ആളുകളുടെ ബാപ്പാൻ്റെ മോനാത്. ഉണ്ടോ? ഇപ്പുണ്ടോ പൈസക്ക് വല്ല വിലയും? അത് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ലോകം അവസാനിക്കാൻ സമയമായി വരുമ്പോൾ സമ്പത്തിന് വില ഇല്ലാണ്ടാവും. സമ്പത്തിന് വില ഇല്ലാണ്ടായാൽ ആളുകൾക്ക് വില ഇല്ലാണ്ടാവും. ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ടി ആർക്കാ വില ഉള്ളത്? മുമ്പൊക്കെ ബാപ്പാക്കൊരു വില ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരെ കയ്യിലാണ് പൈസ? ബാപ്പൻ്റെ കൈമലാണോ മക്കളെ കൈമലാണോ? ഇപ്പോൾ കൂടുതൽ മക്കളെ കൈമല പൈസ. അല്ലേ? ബാപ്പ മുൻകാലങ്ങളിൽ 6 മാസം ജോലി ചെയ്താൽ കിട്ടാവുന്ന പൈസ മക്കൾക്ക് ഇന്നൊരു മാസം കൊണ്ട് കിട്ടും, ചിലർക്ക് 1 ദിവസം കൊണ്ട് കിട്ടും. അല്ലേ? അതുകൊണ്ട് തന്നെ ബാപ്പനൊന്നും നിലവാരമില്ലാണ്ടായില്ലപ്പം. അല്ലേ? ബാപ്പാന്നൊക്കെ പറഞ്ഞ ഒരാൾ ഇപ്പോൾ അവിടുത്തെ ഒരു വെറുതെ നിൽക്കേണ്ട ആളാണ്. അയാൾക്കും അറിയപ്പം ഞാൻ വെറുതെ നിൽക്കുകയാണ്. അയാളിടക്കൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മരിച്ചാൽ മതിയെന്ന്. എറുമ്പല്ലല്ലോ കൊല്ലാൻ. സ്വാഭാവികമായി അങ്ങനെ സങ്കടപ്പെടുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. കാരണം എന്താ? ഇസ്ലാമിൻ്റെ സംസ്കാരവും താക്കീതും ഒന്നും പഠിച്ചില്ല. നോക്കി നിങ്ങൾ ഖുർആൻ പറഞ്ഞില്ലേ, മാതാപിതാക്കളെ പറ്റി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഒബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, നന്മ. എന്താണ് നന്മ എന്ന് റസൂൽ പഠിപ്പിച്ചു. എന്താ? അവർക്ക് വരുന്ന ഏതെങ്കിലും ദ്രോഹം ആരുടെ ഭാഗത്ത് വന്നാലും തടുക്കണം. അത് തടുക്കല ഇഹ്സാൻ. അവർക്ക് എന്തെല്ലാം ഗുണങ്ങൾ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്തു കൊടുക്കുക, അതും നന്മ. എന്തെല്ലാം ദ്രോഹം അവരുടെ നേരെ വരുന്ന അത് തടുക്കും വേണം. കേട്ടോ? കുടുംബത്തിലുള്ള മക്കളിൽ മൂത്തവൻ പറയാണ് ബാപ്പൻ്റെ പോരായ്മ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അതിന് നേരിടണം രണ്ടാമത്തെ ആൾ. എന്താ കാരണം? അതങ്ങനെയല്ല. നമ്മളെ ഉപ്പാൻ്റെ ജീവിതത്തിൻ്റെ കാലഘട്ടം പരിശോധിക്കണം. ഉപ്പ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റാത്തിരുന്നത് ഇന്നതുകൊണ്ടാണ്, അല്ലെ ഇന്ന കാരണങ്ങളാണ്, ആ കാലഘട്ടം അങ്ങനെയായിരുന്നു പറഞ്ഞ് തിരുത്താൻ കഴിയണം. ബാപ്പാൻ്റെ നേരെ വരുന്ന അല്ലെങ്കിൽ ഉമ്മാൻ്റെ നേരെ വരുന്ന ഏത് നിലക്കുള്ള പ്രയാസങ്ങളെയും തടുക്കണം. മാന്യമാണെങ്കിൽ കേട്ടോ, അള്ളി റസൂലും പറഞ്ഞതാണെങ്കിൽ. അള്ളി റസൂലും പറഞ്ഞതിനെതിരിലാണ് ഇവർ കളിച്ചെങ്കിലോ ഓലെ കൂടെ നിൽക്കും വേണ്ട. ഉണ്ടോ? അല്ല പറഞ്ഞത്. അപ്പം എന്താ പറഞ്ഞത്? ജിഹാദ് ചെയ്യണം, ധർമ്മസമരം ചെയ്യണം. അല്ലേ? അല്ലാത്ത സമയത്തൊക്കെ സാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, നന്മയിൽ പെരുമാറണം. ഉണ്ടോ? നേരെ മറിച്ച് അവർ അള്ളാഹിൻ്റെ ദീനിന് അകന്നു പോവുകയാണെങ്കിലോ അവർക്കെതിരിൽ ജിഹാദും വേണം. അതോട്ടെ, ഇതൊക്കെ ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ. ഇതെല്ലാം ചെയ്ത് അവസാനം യാത്ര പോകുമ്പോൾ വല്ലാത്തൊരു അനുഗ്രഹം നമുക്ക് വേണം. അല്ലേ? നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ മയ്യത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ മരണസമയത്ത് എന്ത് പറയണം? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജി ഇലാ റബ്ബിക്ക് റാലിയത്തം മർലിയ എന്ന് പറയണം മയ്യത്ത് റൂഹ് പിടിക്കുമ്പോൾ. കേട്ടോ? എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ എല്ലാ നിയമങ്ങളും പരീക്ഷണങ്ങളിലുമൊക്കെ പിടിച്ചു നിന്ന് സമാധാനത്തോടു കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിച്ച ആത്മാവെന്നാണ് വിളിക്കുന്നത്.
നഫ്സുൽ മുത്തുമൈന്ന ആണ് അതാർത്ഥം കേട്ടോ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമൈന്ന ഇർജി, മടങ്ങിക്കോളി, നിങ്ങളുടെ ടൈം കഴിഞ്ഞു, ഇവിടുത്തെ ദുനിയാവിലെ ടൈം കഴിഞ്ഞു. ഇർജി ഇലാ റബ്ബിക്, റബ്ബിലേക്ക് മടങ്ങിക്കോളി. ഇതാര് കേൾക്കും? വിശ്വാസിയായ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ അവൻ്റെ തലക്ക് ഭാഗത്തിരുന്ന് പറയും ഈ ആയത്ത് കേട്ടോ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമൈന്ന ഇർജി ഇലാ റബ്ബിക്ക് റാലിയത്തൻ മർലിയ. അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനം, ഇനി നിങ്ങൾക്ക് അള്ളാഹു തരുന്നത് നിങ്ങളും തൃപ്തിപ്പെടും, ആ നിലക്ക് പുറപ്പെട്ടോളൂ. എന്തൊരു സന്തോഷമല്ലേ. എന്നിട്ട് ആ മയ്യത്ത് തോള് കൊള്ളുമ്പോഴോ, ആ മയ്യത്ത് ആംബുലൻസിലേക്ക് വെക്കുമ്പോഴോ എന്താ ഉണ്ടാകുക? റഹ്മത്തിൻ്റെ മലക്കുകൾ പറയുന്നു കദ്ദിമൂനി കദ്ദിമൂനി, സ്വർഗത്തിലേക്ക് സ്വാഗതം ഉണ്ടോ. ഒരു മയ്യത്ത് ആംബുലൻസിലേക്ക് വെക്കുമ്പോഴേ കദ്ദിമൂനി കദ്ദിമൂനി. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും കൽപ്പനകൾക്കും താക്കീതുകൾക്കും ഉപദേശങ്ങൾക്കും ഒന്നും ഒരു വിലയും കൽപ്പിക്കാത്ത മനുഷ്യൻ്റെ മയ്യത്ത് ആംബുലൻസിലേക്ക് വെച്ചാലും നിങ്ങൾ തോള് കൊണ്ടാലും ലയനത്തിൻ്റെ മലക്കുകൾ പറയും ഇലായിനത്ത് ദഹബൂനബി, ഇത്രയും ദൂരെ ഈ ഷെറങ്ങട്ടാ കൊണ്ടുണ്ട്, ഇത്രയും കാലത്ത് ഷെറ. ആ വാക്കുകൾ ആലോചിച്ച് നോക്കും. ഇലായിനത്ത് ദഹബൂനബി ഫഷറും തലവുനഹും എൻ്റെ ഇക്കാബിക്കും, നിങ്ങളുടെ ബാധ്യതയിൽ നിന്ന് ഇറക്കി വിട്ടാളി, കൊണ്ടുപോയി കുഴിച്ചിട്ടാളിന്ന് കേട്ടോ. വല്ലാത്ത അവസ്ഥ അല്ലേ. ഏതായിരുന്നാലും അള്ളാഹു നമ്മളെല്ലാം പിരിയുമ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകൾ സ്വാഗതമോതുന്ന, റഹ്മത്തിൻ്റെ മലക്കുകളുടെ സമാധാന വാക്കുകൾ കേട്ടുകൊണ്ട് ഭൂമിയിൽ നിന്ന് വിട പറയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസികും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ജീവിതത്തിൽ പകർത്തി മരണം വരെ വിശുദ്ധരിൽ വിശുദ്ധരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മഹാനായ അബൂദർ അൽ ഗഫാരിക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊടുത്ത വസിയത്ത് ഒന്നാണ് നമ്മൾ പറഞ്ഞത്. പെട്ടെന്ന് വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് പറയുകയാണ്. രണ്ടാമത്തത് കൊടുത്തത് അമറനി, അള്ളാഹിൻ്റെ പ്രവാചകൻ എന്നോട് കൽപ്പിച്ചു, അൻ അൻലുറ ഇലാമൻ ഹുവ ദൂനി, എപ്പോഴും അബൂദറെ നിന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് മാത്രം നോക്കുക. വല അൻലുറ, നീ നോക്കരുത്, ഇലാമൻ ഹുവ ഫൗക്കി, എൻ്റെ മുകളിലുള്ളവരെ നീ നോക്കരുത്. ഇത് രണ്ടാമത്തെ. മൂന്നാമത്തതോ അമറനി, എന്നോട് കൽപ്പിച്ചു, അൻ അസില റഹിമ, രക്തബന്ധം ചേർത്താൻ, സ്വർഗം കിട്ടാൻ, നരകത്തിന് രക്ഷപ്പെടാൻ രക്തബന്ധം ചേർക്കാൻ. വൈൻ അതുപറത്ത്, നമ്മളുടെ രക്തബന്ധങ്ങൾ നമ്മളോട് പിണങ്ങിയാലും, നമ്മളോട് പല കാരണങ്ങളാലും പിണങ്ങും, പക്ഷെ നമ്മൾ രക്തബന്ധം പുലർത്തും. അതാണ് രക്തബന്ധം ചേർക്കൽ. നല്ലോണം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം കോൾ കൊടുത്തയച്ചു നടക്കണമല്ലോ. ഇപ്പം എന്ത് രക്തബന്ധം പുലർത്താനാ വേണോ? അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ കൊടുത്തയക്കുക. എല്ലാവരും ഭയങ്കര സ്നേഹത്തിലാണ്, അതിനിപ്പോൾ രക്തബന്ധം ചേർക്കുക അറിയും. രക്തബന്ധം ചേർക്കുക പറഞ്ഞാൽ ഒരു ഭാഗത്ത് പോയി അതുപറത്ത് അവർ നമ്മളിൽ നിന്ന് പിന്നിട്ടാലും, പക്ഷെ നമ്മൾ അവർ ആദർശപരമായ കാര്യത്തിലാണ് പിന്നിട്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതില്ല. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ രക്തബന്ധം ചേർത്ത്, നബിൻ്റെ രക്തബന്ധമല്ലേ അബൂലഹബ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്തായത്, ഈ ഇന്ന ഔലിയാ ഈ മിനൽ മുഅ്മിനീൻ, എൻ്റെ ബന്ധുക്കൾ മുഅ്മിനീങ്ങളാണ്. റസൂലുള്ള പറയുന്നത് മുഅ്മിനീങ്ങളാണ് എൻ്റെ ബന്ധുക്കൾ. അപ്പോൾ അബൂജഹലും അബൂലഹബും ഒക്കെ നബിയെ ദ്രോഹിച്ചതൊക്കെ നമുക്കറിയാം, ഇതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായിരുന്നാലും അമറനി അൻ അസില റഹിമ ഒയിൻ അത് പറത്ത് മൂന്നാമത്തെ കാര്യം. നാലാമത്തതോ അബൂദർ അൽ ഗഫാരിയെ റസൂലുള്ള സ്വർഗത്തിലെത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. അമറനി, എന്നോട് കൽപ്പിച്ചു, അല്ല അസ്അല അഹദൻ ഷൈഅൻ, ഒരാളോടും ഒന്നും യാചിക്കരുത്, ഒന്നും ചോദിക്കരുത്. എന്താ വാക്ക് നോക്കണം. എത്ര കഷ്ടപ്പെട്ടാലും അള്ളാഹുവിനോട് ചോദിക്കാനാണ്, നാട്ടുകാരോട് ഇങ്ങനെ ഇറക്കാൻ നടക്കരുത്. ആരോട്? അബൂദറിലോ. ഈ സംഭവമൊക്കെ പറഞ്ഞതിന് ശേഷം ചില സഹാബികളൊക്കെ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് വടി താഴെ വീണാൽ അതൊന്ന് എടുത്തു തരുമെന്ന് വരെ ചോദിക്കൂല, കാരണം അത് സഹായം തേടായി വെച്ചിട്ട്. നമ്മൾ പള്ളീൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ബുർക്കിയും ഇതൊക്കെ ഇട്ട് കുത്തിരിക്കുക. പള്ളിയൊന്നുമില്ല, നിസ്കാരമില്ല, ഒരു പർദ്ദട്ട് അവിടെ കുത്തിരിക്കും, കുറച്ച് രണ്ടു കുട്ടികളേറ്റ് അല്ലേ. ഇവിടെ ഞാൻ കുറ്റപ്പെടുത്തുവാനോ നിങ്ങൾ കൊടുക്കണ്ടെന്ന് പറയാനോ അല്ല കേട്ടോ. പക്ഷേ
ഇവിടുത്തെ അവസ്ഥ അതാണ്. എന്നാൽ റസൂലുള്ള പറഞ്ഞ എന്ത്? അമറനി എന്നോട് കൽപ്പിച്ചു. ഈ പറഞ്ഞ ആളുകൾക്ക് റസൂലുള്ള പറഞ്ഞൊരു നിർദ്ദേശമുണ്ട്. എന്താ അറിയോ? നാളെ പരലോകത്ത് യാചിച്ച ആളുകൾ വരുമ്പോൾ മുഖത്ത് മാംസം ഉണ്ടാവില്ല. നമ്മളെ മുഖം തന്നെ തിരിച്ചറിഞ്ഞാൽ എന്തുകൊണ്ടാണ്? നമ്മളെ മാംസം കൊണ്ടല്ലേ. എന്നാൽ യാചിച്ച് നടക്കുന്ന ഗത്യന്തരമില്ലാതെ ആരുടെ എന്തെങ്കിലും ചോദിക്കണേനല്ല കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ നല്ല തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. താവനു നിങ്ങൾ പരസ്പരം സഹായിക്കാമെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ അല്ല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഇങ്ങനെ കേൾക്കണം, ഇങ്ങോട്ട് പോന്നോട്ടെ. ഇപ്പം റമദാനൊക്കെ കിട്ടുന്നതൊക്കെ വാങ്ങിയേക്കണമല്ലേ അല്ലേ. ഒലുവ്യത്തിൻ്റെ ഇറച്ചിയോ അതൊക്കെ വാങ്ങിയേക്കുക. എത്ര കിലോ ഉണ്ടെങ്കിലും വേറെ അടുത്തുള്ള ആൾക്കൊന്നും കൊടുക്കൂല, ഫ്രിഡ്ജ് കയറ്റി വെക്കുക തന്നെ. ഫ്രിഡ്ജിൽ നിറഞ്ഞുണ്ടാവും. എല്ലാവരും അല്ല കേട്ടോ, ചിലരൊക്കെ വേമ്പേം കൊടുത്ത് ഒഴിവാക്കുക ചെയ്യുക. കാരണം നമുക്കിത് എന്നിട്ടോ ഇതൊക്കെ തിന്നിട്ട് തൂറ്റൽ പിടിച്ചിട്ട് പൈസ ചിലവാക്കൽ വേറെ. എന്തായിരുന്നാലും റസൂലുള്ള പറയുന്നു, അല്ല അസ്അല അഹദൻ ചെയ്യാൻ, ആരോടും ഒന്നും ചോദിക്കരുത്. അഞ്ചാമത്തത് അമറനി അൻ അക്കൂല ബിൽ ഹഖ് വഇൻകാന മുറൻ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും കളവ് പറയരുത്. കളവ് നീ പറയരുത്. ആരോടാ പറയുന്നത്? സഹാബിയോടെ. ജീവിതത്തിൽ ഇന്നിപ്പോൾ നേരം പോലത്തെ എത്ര കളവ് പറഞ്ഞിട്ടുണ്ട് ഞാനും നിങ്ങളും ചിന്തിച്ചാൽ നമുക്ക് ബേജാറാവും അല്ലേ. ഓരോ ദിവസവും നമ്മൾ പറയുന്ന കളവുകൾ. നമ്മൾ ഫോൺ ചെയ്താൽ നമ്മൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. ഫോൺ ചെയ്തെന്ന് ചോദിക്കും നിങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത്, ഞാൻ ബോംബെയിലാണ് അറിയും. കാരണം പൈസ കൊടുക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് വരിക പറയാൻ പറ്റില്ല, കാരണം പുതിയറുള്ള ആൾ. എങ്ങനെയുണ്ട്? എന്ത് തിക്താനുഭവം ഉണ്ടായാലും കളവ് പറയരുത്. ഇനിയോ ആറാമത്തത് അമറനി അല്ല ഹാഫ ലൗമത്തലായും, ആക്ഷേപകൻ്റെ ആക്ഷേപം ഭയപ്പെടരുത്. അള്ളാഹിൻ്റെ ദീൻ പറയുമ്പോൾ പലരും ആക്ഷേപിക്കും, ഇതൊക്കെ ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്, അത് നീ ഭയപ്പെടണ്ട ഉണ്ടോ. അങ്ങനെ ഭയപ്പെടാൻ തുടങ്ങിയപ്പോൾ ആ ദീൻ പുറത്തു പോയത്. ആക്ഷേപകൻ്റെ ആക്ഷേപം ഭയപ്പെടരുത് കേട്ടോ. 6. ഏഴാമത്തതോ അമറനി എന്നോട് അള്ളാഹിൻ്റെ റസൂൽ കൽപ്പിച്ചു അൻ അക്സുറ മിൻ ഖൗലി ലാ ഇലാഹ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, എപ്പോഴും നിന്റെ ചുണ്ടിൽ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന ദിക്റുണ്ടാവണം. എന്താ കാരണം? അത് ഹിയ കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലൊരു നിധിയാണ്. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ ഉള്ള ദിക്റില്ലേ, അത് സ്വർഗത്തിലൊരു നിധിയാണ്. അതെപ്പോഴും ചുണ്ടിലുണ്ടായിക്കോട്ടെ. അങ്ങനെ നമ്മൾ ശ്രദ്ധയോടുകൂടി, ഞാൻ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം വിശദീകരിക്കേണ്ടതാണ്. സമയം നിങ്ങൾക്കറിയാം, ഒരു ഖുത്ബയിലൂടെ കഴിയുന്നതിന് പരിമിതിയുണ്ട്. ആ പരിമിതിയെ ഓർത്തുകൊണ്ട് നിർത്തുകയാണ്. എന്തായിരുന്നാലും ഒരുപാട് ചെറുതും വലുതുമായ പാപങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. റഹ്മാനായ റബ്ബ്, അർഹമുൻ റാഹിമിനായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫഅലുകൊണ്ട് നമുക്കെല്ലാം അള്ളാഹു അത് പുറത്ത് മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ സ്വർഗത്തിലേക്ക് സ്വാഗതമാകുന്ന മയ്യത്തിൻ്റെ കൂട്ടത്തിൽ നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൻ്റെ സൗകര്യം അള്ളാഹു ഒരുക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഒരുപാട് രോഗങ്ങളിൽ കഴിയുന്ന ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികവും ശാരീരികവും സാമ്പത്തികവും കുടുംബപരവുമായ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ സങ്കടവും പ്രയാസവും പേറി ജീവിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. അള്ളാഹു മൗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉദ് ദുആ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.